ഗുരുവായൂർ ഏകാദശിയൊക്കെ ആയിട്ട് എന്തായാലും ഗുരുവായൂർ പോകാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ നമ്മൾ എറണാകുളത്ത് ബസ് കയറി. അങ്ങനെ അമ്മിയൂർ വഴി ഗുരുവായൂർ പടിഞ്ഞാറേ നടയിലാണ് ബസ് ഇറങ്ങിയത്. അതിനുശേഷം അങ്ങനെ നടന്ന് പടിഞ്ഞാറേ നട എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട്. അവിടെ നിറയെ ഇതുപോലെ ഓരോ രൂപങ്ങൾ ഉണ്ടായിരുന്നു. ലൈറ്റൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. കാണാനൊക്കെ തന്നെ പ്രത്യേക ഭംഗിയായിരുന്നു. കുറച്ച് നേരം അതൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നതാണ്. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ചാനലൊക്കെ ചേച്ചിയുണ്ട്. അങ്ങനെ നമ്മളവിടെ നേരെ ഗുരുവായൂർ നടയിലെത്തി. നല്ല തിരക്കായിരുന്നു, നല്ല തിരക്ക്. എന്നിട്ട് എന്നാലും അതിൻ്റെ അകത്ത് കയറി നമ്മൾ ഫ്രണ്ടിൽ തന്നെ നിന്നിട്ട് തൊഴാൻ പറ്റി. അങ്ങനെ പിന്നെ നമ്മൾ വന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അതിന് നല്ല ക്യൂ ഉണ്ടായിരുന്നു. അത് നമുക്ക് കയറാൻ പറ്റി. അപ്പോൾ ഗോതമ്പ് ചോറും മോരുകറിയും അതുപോലെ പുഴുക്കും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ മോരുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ പായസവും ശർക്കര പായസം അതും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ തീർത്തിൻ്റെ അവിടെ പായസത്തിൽ ഫിറ്റാക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. പക്ഷെ പാൽപ്പായസമൊന്നും കിട്ടിയില്ല, അപ്പോഴത്തേക്കും തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പഞ്ചസാരയും വെണ്ണയും പഴവും ബുക്ക് ചെയ്തു. അങ്ങനെ അത് വാങ്ങി വരുമ്പോഴത്തേക്കും അവിടെ നിറയെ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതെല്ലാം അതിനുശേഷം നമ്മൾ കിഴക്കേ നടയിൽ തന്നെ വന്ന് അവിടെ തൊഴുതിട്ട് അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ വളരെ നല്ലൊരു ഏകാദശി ദിവസമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും അവിടെ കരിക്ക് കണ്ടിട്ടായിരുന്നു. അപ്പോൾ ഒരു കരിക്ക് വാങ്ങി കഴിച്ചു. അതും കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കിഴക്കേ നടയിലേക്ക് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. എന്തായാലും നല്ലൊരു ഏകാദശിയായിരുന്നു ഇത്തവണത്തേത്.